ഡാൻസ് അങ്ങനെയല്ല, അത് ഞങ്ങളൊരു ഷോ ഉണ്ട്, അതെ മീറ്റ് ദ എഡിറ്റേഴ്സ് അതെ എന്നുള്ള ഷോ ഉണ്ട്, അതെ അതെ നമ്മുടെ എഡിറ്റേഴ്സിന്റെ ഷോ ആണ്. ആ, അപ്പൊ അതിൽ എല്ലാവരും ഓരോ അഭിപ്രായം പറയും. അപ്പം ഇലക്ഷനിൽ എത്ര സീറ്റുകൾ വരെ എന്ന് ഞങ്ങൾ ആദ്യം ഒരു പ്രവചനം പ്രവചനം ഉണ്ടായിരുന്നു. അതെ അതെ അപ്പൊ അതെ ഞാൻ 90 കടക്കും ഞാൻ ആദ്യം ആ പറഞ്ഞു. അപ്പൊ അത് വേണമെങ്കിൽ മാറ്റാം എന്നുള്ളതൊക്കെ ആ നമ്മുടെ അടുത്ത് ആ ഇങ്ങനെ ആ ചർച്ചയിൽ ആ, പറഞ്ഞിരുന്നു, കേട്ടിട്ടുണ്ടോ? അതെ അപ്പൊ ഞാൻ മാറ്റില്ല, ഞാൻ 90 കടക്കും തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഓക്കെ 2-3 ചർച്ചകൾ അത് വന്നിരുന്നു. അതെ അപ്പോൾ റിസൾട്ട് വരുമ്പോൾ 90 എബോ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അപ്പൊ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ് ആ പാട്ട്. ആ അപ്പൊ ഓരോരുത്തർ ജയിച്ചാൽ ഉള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഓക്കെ ഏത് പാർട്ടിയാണ് ജയിക്കുന്നത്, ഏത് മുന്നണിയാണെന്നുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ ആ പാട്ട് വെച്ചപ്പോ ഞാൻ പറഞ്ഞത് ശരിയായതിന്റെ ഒരു സന്തോഷം ആ, പെട്ടെന്ന് അങ്ങോട്ട് വന്നതാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഒരു തരംഗമാവുന്ന ചോദിച്ചപ്പോൾ വിചാരിച്ച കരുതിയിട്ടില്ല. അതിൽ എങ്ങനെ മനസ്സിലായത് ഇത്രയും വൈറലായി ഇതെല്ലാരും ഏറ്റെടുത്തു എപ്പോഴാ മനസ്സിലായത്? നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ, ആ ഇതിപ്പോ ഇത്രയും നമ്മുടെ ഓഫീസിലുള്ളവരും പറഞ്ഞു, ഉം. പിന്നെ പുറത്തുനിന്ന് ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. നമ്മൾ ഓക്കെ അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊന്നുമല്ല, ആ, അങ്ങനെ സംഭവിച്ചു. പിന്നീട് ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായതാണ് റിപ്പോർട്ടർ ചാനലിൽ വന്ന മ്യൂസിക്കുകൾ. ഒരു രക്ഷയില്ലാത്ത ബിജിയും മ്യൂസിക് ഒക്കെ ആയിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞങ്ങൾ ഓഡിയോയിൽ പ്രജിൻ ഉണ്ട്. ആ, പ്രജിന് നമ്മളിങ്ങനെ ഈ എന്താ പറയാ, ഈ ഇലക്ഷന്റെ സമയത്ത് പാട്ടുകൾ തയ്യാറാക്കാൻ ഞങ്ങളൊരു പ്ലാൻ ആയിരുന്നു. ഓക്കെ പ്രജിന്റെ മ്യൂസിക്, അതിന്റെ വരികളും വിനീഷ് കുഞ്ഞിരാം എന്ന് പറഞ്ഞിട്ട് ആ, നമ്മുടെ ഡെസ്കിൽ തന്നെയാണ് ആളാണ്. ഓക്കെ ഓക്കെ വിനീഷ് പ്രൊഡ്യൂസറുമാണ്. അപ്പോൾ ഓക്കെ വിനീഷ് എല്ലാ തവണയും പാട്ട് എഴുതും. ഓക്കെ വിനീഷിന്റെ പാട്ടുകളാണ് ആ, അതിന് മ്യൂസിക് കൊടുത്തിട്ട്. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള പാട്ട് നമുക്ക് ഇവിടെ ഹിറ്റായ പാട്ട് തന്നെയാണല്ലോ, ആ പാട്ടിന്റെ അതെ വരികൾ മാറ്റുന്നു, അതെ അത്രേ അതെ ഉള്ളൂ. അതെ അത് അതെ ഭയങ്കരമായിട്ട് അവർ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതെ സോഷ്യൽ മീഡിയ അതെ തന്നെ അത് യൂസ് ചെയ്ത് ഏത് ബിജിഎം വന്നാലും അതെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും സ്യൂട്ട് ആവും അല്ലെ? അതെ 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 എല്ലാത്തിനും അങ്ങനത്തെ സ്യൂട്ടാണ്. ഒരു സോങ് അതെ, ഓരോ ആയിരുന്നു. പാർട്ടിക്കും വേണ്ടിയിട്ടുള്ള വരികളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ അതങ്ങനെ എങ്ങനെയുണ്ട് റിപ്പോർട്ടർ ഈ ഒരു ജേർണി, റിപ്പോർട്ടർ ചാനലിലെ ജേർണി എങ്ങനെയുണ്ട് ആസ് റിപ്പോർട്ടർ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ അല്ലേ? അതെ 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 അപ്പോൾ കാണുന്നുണ്ട്. ഒരു ഡിഫറെന്റ് ചാനലാണല്ലോ. അതെ അപ്പൊ ആ അതിൽ ഏറ്റവും നിലയ്ക്ക് ജേണി ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ഉം, എപ്പോഴും എനർജറ്റിക് ആയ ഒരു ടീമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ അത് നമ്മൾ ഡെസ്കിലും അതെ ബ്യൂറോയിലുള്ളവരായാലും ഓക്കെ നമ്മുടെ ആങ്കേഴ്സ് ആയാലും എല്ലാവരും അങ്ങനെയാണ്. ഓക്കെ ഫുൾ ടൈം ചാർജ്ഡ് ആയി ഇങ്ങനെ നിൽക്കുക നിക്ക് എന്നുള്ളതാണ്. അതെ നിങ്ങളുടെ ആ മീറ്റ് ദ എഡിറ്റർ ഷോയ്ക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. വേറെ അതെ. ഒരു ഷോ കണ്ടില്ലെങ്കിലും ഞങ്ങളൊക്കെ വീട്ടിൽ സ്ഥിരം എന്തോ രസമാണ് നിങ്ങളുടെ ഒരു ഫൈറ്റ് കാണാനും. ആ, ഫൈറ്റ് എന്നുള്ളതിനപ്പുറം ആ, കുറെ പേര് എന്താ വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊളിറ്റിക്സ് അറിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ അപ്പൊ ഞങ്ങളൊക്കെ ആങ്കറിങ് തുടങ്ങിയപ്പോഴേക്കും ആങ്കേഴ്സ് എന്ന നിലയ്ക്ക് സ്ത്രീകൾ കുറെ പേര് അങ്ങ് ആ, വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ്, നമ്മുടെ വ്യൂ പറയുന്ന ഒരു അത്തരം ചർച്ചകളില്ലല്ലോ. ഓക്കെ അങ്ങനെ ഒരു പരിപാടി എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് വരുന്ന കോൾസിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ചിലർക്ക് ഒരു രാഷ്ട്രീയം ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അതാണല്ലോ ശരിയെന്ന് തോന്നും. അതെ അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവും അതെ കേട്ടോ. അതെ അപ്പൊ അവർ അങ്ങനെ പറയും. അപ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടും. പലപ്പോഴും നമ്മൾക്കെതിരെ നിലപാടെടുക്കുന്നവർ നമ്മളെ വിളിച്ചിട്ട് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതുകൊണ്ട് അതും ഒരു രസമാണ്. രസം എന്ന് ഓക്കെ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒരു ഇൻസൈറ്റ് തരുന്ന കാര്യങ്ങൾ ചില ആളുകൾ പറയും. ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമാണ് ഈ പരിപാടി. ഓക്കെ. അത് വ്യത്യസ്തമാകാൻ കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും പല പല അത് അതെ തന്നെയാണ് നിങ്ങൾ അവിടെയും ഫോം ചെയ്യുന്നത്. എല്ലാവർക്കും പല പല വേർഷൻസ് ആണ്. അതെ അതെ ലാസ്റ്റ് വരുമ്പത്തേനും അത് സമ്മതിക്കാനും നിങ്ങൾ മടിയില്ല. എന്തെങ്കിലും അല്ലെ വാക്ക് തർക്കങ്ങളിൽ ആ വരുമ്പത്തേനും പിറ്റേ അല്ല, ദിവസം പക്ഷെ ഭക്തർക്ക് അവിടെ ഉണ്ടാവുള്ളൂ, അതുവരെ അതെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓക്കെയാണ്. ഓക്കെയാണ്. ജില്ലാണ് ഞങ്ങൾ ചില സമയത്തൊക്കെ ഓർക്കും ഇവർ അടിച്ച് പിരിയോ അങ്ങനെ വിചാരിക്കും, കാണുന്നവർക്ക് അങ്ങനെ തോന്നും. അതെ ചില സമയത്തൊക്കെ നിങ്ങളങ്ങ് മുൾമുനയിൽ അതെ നിന്നിട്ട് അതെ അതെ ഇപ്പൊ ലാസ്റ്റ് ഡേ